പോസിറ്റീവ് വൈബ്സ് മരിയ ഇന്നെത്തി നിൽക്കുന്നത് മരിയാസ് കിച്ചണിലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് മീൻ പൊള്ളിച്ചതാണ്. അതിന് മുന്നേ ഞാൻ മറ്റേ ക്ലീശ ഡയലോഗ് പറയാണ്. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതാണ്. യെസ്, നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തൃശ്ശൂരൊക്കെ ഇതിനെ പറയുന്നത് പിലോപ്പി എന്നാണ്. ബാക്കിയുള്ളിടത്ത് എന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു അത്യാവശ്യം മാംസമൊക്കെ ഉള്ള ഒരു മീൻ എടുക്കുക. ഇതിൽ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് തിരുമ്മി വെച്ചിട്ടുള്ളത്. ഈ മീൻ നന്നായിട്ട് കഴുകി ഇങ്ങനെ വരഞ്ഞ് അതുമ്മേ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിരുമ്മി വയ്ക്കുക. എന്നിട്ട് ഒരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല, പുറത്ത് തന്നെ വയ്ക്കാം. അതിനുശേഷം ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ ഈ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കുക ചെയ്യുന്നത്. ഈ കറിവേപ്പില ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ കറിവേപ്പില ഇടാറുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും, അതിൻ്റെ ഒപ്പം തന്നെ അടി പിടിക്കുകയില്ല. ഇനി ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വറുത്ത് അങ്ങനെയൊന്നും എടുക്കരുത്, കരിച്ചൊന്നും എടുക്കരുത്. നമുക്ക് ഈ ഒരു പാകമാകുമ്പോൾ ഇതിനെ ഇറക്കാം. ഇനി നന്നായിട്ട് വറുത്ത് ആ ഒരു കറുത്ത കളറിലൊക്കെ ക്രിസ്പി ആയിട്ടിരിക്കണം എന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ പൊള്ളിച്ചെടുക്കുന്നതുകൊണ്ട് ഇത്രയും ഞാൻ ആക്കുന്നുള്ളൂ. ഇത് വെന്തിട്ടുണ്ട്, മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അത്ര തന്നെ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയിട്ടൊന്നുമില്ല. ഇനി ഇതിനെ നമ്മൾ അടുപ്പത്തു നിന്ന് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇനി മസാല വേണം. ആ മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള അരിഞ്ഞെടുക്കുകയാണ്. സവാള അരിയുമ്പോൾ നന്നായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് ആക്കുമ്പോൾ നല്ല രീതിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടും. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു കഷ്ണം ഇഞ്ചിയുടെ അളവ് കണ്ടല്ലോ, ഈ പാകത്തിലുള്ള ഇഞ്ചി. ഇത് മാങ്ങ ഇഞ്ചി അല്ല, അല്ലാണ്ടുള്ള ഇഞ്ചി. പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ 3 എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളകാണ്. പിന്നെ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എന്തായാലും അതുപോലെ തന്നെ സവാളയും. ഇതിൻ്റെ എല്ലാ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, പോരാത്തിന് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. അളവുകളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ആ ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞുമ്പോൾ നിങ്ങൾ വലിയ ഭംഗി നോക്കൊന്നും വേണ്ട, കാരണം നമുക്ക് പേസ്റ്റ് ആക്കാനുള്ളതാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളും, പ്രത്യേകിച്ച് ഓർഡറൊന്നും നോക്കണ്ട, എന്നാലൊരു ഭംഗിക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഓർഡറിൽ അങ്ങ് പോയിക്കാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതെല്ലാം വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇനി ഇതൊന്ന് മൂത്ത് അല്ലെങ്കിൽ ആ ഒരു പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി തന്നെ വെച്ചോ, കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഭയങ്കരമായിട്ട് കരിയാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ചും കൂട്ടിയും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ചെയ്യേണ്ടത്. ഇപ്പോൾ സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. ഉപ്പാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ മീനിലേക്കുള്ള ഉപ്പ് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ മസാലയ്ക്കുള്ള മാത്രം ഉപ്പ് ഇടുക. അത് നന്നായിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ, ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ബാക്കി അതിലേക്ക് മസാലപ്പൊടികൾ നമ്മൾ ഇടുകയാണ്. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച്, ഈ സമയത്തൊക്കെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടോ, കുഴപ്പമില്ല, എന്നാലും അത് പെട്ടെന്നൊന്ന് വഴന്ന് വരുള്ളൂ. ഇപ്പോൾ അത് ജസ്റ്റ് വഴന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഒലഞ്ഞ് വന്നിട്ടുണ്ട്, അടർന്നു. ഇനി ഇതിലേക്ക് ഇടുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളിടുന്നത് മുളക് പൊടി. ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്, കശ്മീരി മുളകല്ല, നോർമൽ മുളക് പൊടിയാണ്. നല്ല എരിവുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ഇടാം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് കുരുമുളക് പൊടിയാണ്.
ഇത്രയും ഞാൻ ഇട്ടുള്ളൂ, കാരണം മുളക് പൊടി നല്ല എരിവുള്ളതുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ കുറച്ചിട്ടുള്ളൂ. പിന്നെ മീനിലൊക്കെ നമ്മൾ മുളക് ഓൾറെഡി നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മസാലയ്ക്കുള്ള പൊടികൾ ചേർക്കാനായിട്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടത്, ഇനി ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റി അതൊന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമ്മളിത് ഇപ്പോൾ ഇതാ മാറി വന്നിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ആ പച്ചമണമൊക്കെ മാറി. ഇനി ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ്. അതിന് മിക്സിയിലേക്ക് നമ്മൾ ഇട്ടിട്ട് കുറച്ച്, ഇപ്പോൾ ഇതിൽ ഞാനൊരു 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അത് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് വാട്ടാനായിട്ട്, അത് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വാഴയിലയിലാണ്. വാഴയിലയും അതിൻ്റെ പിന്നിലത്തെ നാരൊക്കെ ഞാനിവിടെ കെട്ടാനുള്ള വെള്ളമൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇത് നമ്മൾ വാട്ടിയെടുക്കണം, ഇല വാട്ടിയെടുക്കണം. ഞാനിവിടെ ഗ്യാസിൽ വെച്ചിട്ടാണ് വാട്ടിയത്. ഇല നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് വേണം നമ്മൾ പൊള്ളിക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് ഇല്ലേ, അത് നല്ല ചൂടുണ്ട് കേട്ടോ. ആ പേസ്റ്റ് ഇതിലേക്ക് ആദ്യമേ തന്നെ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മീൻ വയ്ക്കും, വീണ്ടും അതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യും. പേസ്റ്റൊക്കെ ഇത്തിരി കൂടി കിടന്നോട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വറുത്ത മീനെടുത്ത് അതിന് മുകളിൽ വെച്ചു. പിന്നെ ഇത് ചെറുനാരങ്ങയാണ്, ഒരു 1/4 കഷ്ണം ചെറുനാരങ്ങ, അതിൻ്റെ നീര് അതിൻ്റെ മുകളിലേക്ക് ഒന്നിങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ഇനി ഞാനിതിൽ ചെയ്തേക്കുന്നത്, അതിൻ്റെ മുകളിൽ ഇത് വെച്ചു. വീണ്ടും ഞാൻ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് അത് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതിനിങ്ങനെ പൊതിഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ വെച്ചിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോൾ ഈ പേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങി നല്ലൊരു രസവും, അത് വാടിയ മണവും ആ പേസ്റ്റിൻ്റെ ആ രസമൊക്കെ അതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് തക്കാളിയുടെ പുളിയൊക്കെ അതിലേക്ക് അങ്ങ് ഇറങ്ങുമ്പോൾ. ഇനി ഞാൻ ചെയ്തേക്കുന്ന ഇതിൻ്റെ മുകളിൽ കുറച്ച് വറ്റൽമുളക് ചതച്ചതും കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതാ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തു. ഇനി നമ്മളിത് നേരത്തെ മീൻ വറുത്ത അത് സെയിം പാൻ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല, അതിൻ്റെ മുന്നേ അത് അടുപ്പത്ത് വെച്ചിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇത് ആദ്യം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇതിൻ്റെ മുകളിലും കൂടെ ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ഞാനിനി അടച്ചു വെച്ചിട്ടാണ് ഇതിനെ ഞാൻ പൊള്ളിച്ചെടുക്കുന്നത്. ഈ സമയത്തൊക്കെ തീ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, ഇത് കരിഞ്ഞു പോകുന്നില്ലല്ലോ വാഴയിലല്ലേ, അപ്പോൾ ഹൈ ഫ്ലെയിമിൽ കിടന്നോട്ടെ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, അതിൻ്റെ മുകളിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ആക്ച്വലി നമ്മൾ വാഴയിലേനെ നന്നായിട്ട് വാട്ടിയെടുക്കുക ചെയ്യുന്നത്, അത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. പൊള്ളിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആക്കി വറുത്ത പോലെ ഒന്നും ആക്കണ്ട, പൊള്ളിച്ചെടുത്താൽ മതി. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് ഇത് വാഴയില നന്നായിട്ടൊന്ന്, ഇതിപ്പോൾ കണ്ട ഈ ഒരു പാകമാകുമ്പോൾ, അതായത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതിനെ മറച്ചിട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റൊക്കെ നമ്മളതിൽ വെച്ച് കണ്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്, അതിന് ചെറുതായിട്ട് ഇങ്ങനെ മസാല പുറത്തേക്കൊക്കെ ചാടുന്നുണ്ട്, മസാല വാടി വന്നത് കാണാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് വയ്ക്കുക. അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വയ്ക്കാം. ഇപ്പം ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സാധനം എടുത്തു, കാരണം മീൻ ഓൾറെഡി വെന്തിട്ടുള്ള സാധനമാണ്, ഞാനതിനെ പൊള്ളിച്ചെടുക്കുന്നുള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇങ്ങനെ കുറച്ചും കൂടെ ഫ്രൈ ആവുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മസാല വഴന്ന് വരണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെക്കാണ്ട് തുറന്ന് വെച്ചിട്ട് നിങ്ങൾ വാട്ടി ഫ്രൈ ആക്കി അങ്ങനെ വാട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ പാകത്തിന് ഞാൻ എടുത്തു. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം, നല്ല ചൂടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വാഴയിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇപ്പം മസാല വാടി വന്നിട്ടുണ്ട്. മീൻ ഫ്രൈ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ശരിക്കും ഇങ്ങനെ പൊള്ളിച്ച പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രൈ ചെയ്ത മീനാണെന്ന് നമുക്ക് തോന്നില്ല, അതുപോലെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡാർക്കാക്കി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ നല്ല ഫ്ലെയിമിൽ തുറന്ന് വെച്ചിട്ട് അത് ആ ഫ്രൈ പാനിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. വാഴയിലയിൽ നിന്നൊന്നും എടുക്കണ്ട, അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ഈ മസാല വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മുരിഞ്ഞു വരും. ഇതിപ്പോൾ ജസ്റ്റ് പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ആ മസാല ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് കാണാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. ചാനൽ ഇനിയും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക് യു.